നിയമാവർത്തനം 8-ാം അധ്യായം. നിങ്ങൾ ജീവിക്കുന്നതിനും പെരുകുന്നതിനും കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാർക്കായി ശപഥം ചെയ്തിട്ടുള്ള ദേശത്ത് പ്രവേശിച്ച് അത് കൈവശമാക്കുന്നതിനും വേണ്ടി ഇന്നു ഞാൻ നിന്നെ അനുശാസിക്കുന്ന ഓരോ കൽപ്പനയും നിറവേറ്റാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നീ അവിടുത്തെ കൽപ്പനകൾ പാലിക്കുമോ ഇല്ലയോ എന്ന് നിന്റെ ഹൃദയത്തിലുള്ളത് പരീക്ഷിച്ചറിയാനായി നിന്നെ എളിമപ്പെടുത്താൻ വേണ്ടി ഈ 40 സംവത്സരം നിന്റെ ദൈവമായ കർത്താവ് മരുഭൂമിയിലൂടെ നിന്നെ നടത്തിയ ഓരോ വഴിയും നീ ഓർക്കണം. മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ലെന്നും അവൻ ജീവിക്കുന്നത് കർത്താവിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്നതെല്ലാം കൊണ്ടുമാണെന്നും നിന്നെ അറിയിക്കുന്നതിനു വേണ്ടിയാണ് അവിടുന്ന് നിന്നെ എളിമപ്പെടുത്തുകയും പട്ടിണിയിലാക്കുകയും നീ അറിയാത്ത നിന്റെ പിതാക്കന്മാർക്ക് അജ്ഞാതമായ മന്ന നിന്നെ തീറ്റിക്കുകയും ചെയ്തത്. ഈ 40 സംവത്സരം നിന്റെ മേലുണ്ടായിരുന്ന പുറങ്കുപ്പായം ജീർണിച്ചില്ല, നിന്റെ കാൽ വീങ്ങിയുമില്ല. ഒരുവൻ തൻ്റെ പുത്രന് ശിക്ഷണം നൽകുന്നതുപോലെ നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് ശിക്ഷണം നൽകുകയാണെന്ന് നീ ഹൃദയപൂർവ്വം ഗ്രഹിക്കണം. അതിനാൽ നിന്റെ ദൈവമായ കർത്താവിൻ്റെ മാർഗങ്ങളിലൂടെ ചരിക്കാനും അവിടുത്തെ ഭയപ്പെടാനുമായി അവിടുത്തെ കൽപ്പനകൾ നീ പാലിക്കണം. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഒരു നല്ല ദേശത്തേക്കാണ്, താഴ്വരയിലും മലയിലും നിർഗളിക്കുന്ന നീർച്ചാലുകളുടെയും ഉറവകളുടെയും ആഴജലങ്ങളുടെയും ദേശം, ഗോതമ്പ്, ബാർലി, മുന്തിരി, അത്തി, മാതളനാരകം എന്നിവയുടെ ദേശം, എണ്ണയ്ക്കുള്ള ഒലിവിൻ്റെയും തേനിൻ്റെയും ദേശം, ദാരിദ്ര്യത്തിലാകാത്ത ദേശം. നീ അതിൽ അപ്പം ഭക്ഷിക്കും, അതിൽ നിനക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല. അതിൻ്റെ കല്ലുകൾ ഇരുമ്പായുള്ള ദേശം, അതിൻ്റെ മലകളിൽ നിന്ന് നീ ചെമ്പ് ഖനനം ചെയ്യും. നീ ഭക്ഷിക്കും, സംതൃപ്തനാകും. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകിയ നല്ല ദേശത്തെ പ്രതി നീ അവിടുത്തെ വാഴ്ത്തും. ഞാൻ ഇന്നു നിന്നെ അനുശാസിക്കുന്ന അവിടുത്തെ കൽപ്പനകളും ന്യായപ്രമാണങ്ങളും ചട്ടങ്ങളും പാലിക്കാതെ നിന്റെ ദൈവമായ കർത്താവിനെ വിസ്മരിക്കാൻ നിനക്ക് ഇടവരാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുക. അങ്ങനെയല്ലെങ്കിൽ നീ ഭക്ഷിച്ച് സംതൃപ്തനാകുകയും നല്ല വീടുകൾ പണിത് താമസിക്കുകയും നിന്റെ കന്നുകാലി ഗണവും ആട്ടിൻപറ്റവും പെരുകുകയും നിനക്ക് വെള്ളിയും സ്വർണവും വർദ്ധിക്കുകയും നിനക്കുള്ളതെല്ലാം സമൃദ്ധമാകുകയും ചെയ്യുമ്പോൾ നിന്റെ ഹൃദയം അഹങ്കരിക്കുകയും നിന്നെ അടിമകളുടെ ഭവനമായ ഈജിപ്ത് നാട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന നിന്റെ ദൈവമായ കർത്താവിനെ നീ വിസ്മരിക്കുകയും ചെയ്യും. അവിടുന്നാണല്ലോ ആഗ്നേയ സർപ്പവും തേളിൻകൂട്ടവുമുള്ള വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട വിപുലവും ബീഭത്സവുമായ മണൽക്കാട്ടിലൂടെ നിന്നെ നടത്തിയവൻ, നിനക്ക് വേണ്ടി കരിമ്പാറയിൽ നിന്ന് ജലം പുറപ്പെടുവിച്ചവൻ, നിന്റെ പിതാക്കന്മാർക്ക് അജ്ഞാതമായിരുന്ന മരുഭൂമന്ന നിന്നെ തീറ്റിച്ചവൻ, നിന്നെ പരീക്ഷിക്കാനും നിന്നെ എളിമപ്പെടുത്താനും അങ്ങനെ നിന്റെ പിൽക്കാലത്ത് നിനക്ക് നന്മയുളവാക്കാനും ആയിരുന്നു അത്. അല്ലാത്ത പക്ഷം എൻ്റെ ശക്തിയും എൻ്റെ കരബലവുമാണ് എനിക്ക് ഈ സമ്പത്തെല്ലാം നേടിത്തന്നത് എന്ന് നീ നിന്റെ ഹൃദയത്തിൽ പറയും. സമ്പത്തുണ്ടാക്കുന്നതിന് നിനക്ക് ശക്തി തരുന്നവൻ നിന്റെ ദൈവമായ കർത്താവാണെന്നതുകൊണ്ട് അവിടുത്തെ നീ സ്മരിക്കണം. അങ്ങനെയായാൽ നിന്റെ പിതാക്കന്മാരോട് ശപഥം ചെയ്ത ഉടമ്പടി അവിടുന്ന് ഇന്നത്തേതുപോലെ ഉറപ്പിക്കും. എന്നാൽ നീ നിന്റെ ദൈവമായ കർത്താവിനെ തീർത്തും വിസ്മരിക്കുകയും മറ്റു ദേവന്മാരുടെ പിറകെ നടക്കുകയും അവയെ സേവിക്കുകയും അവയ്ക്ക് ആരാധനയർപ്പിക്കുകയും ചെയ്താൽ നീ നിശേഷം നശിച്ചു പോകുമെന്ന് ഇന്ന് ഞാൻ നിങ്ങൾക്കിടയിൽ സാക്ഷ്യപ്പെടുത്തുന്നു. നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം നിങ്ങൾ കേൾക്കാതിരിക്കുന്ന പക്ഷം നിങ്ങളുടെ മുമ്പിൽ നിന്ന് കർത്താവ് നശിപ്പിക്കാനിരിക്കുന്ന ജനതകളെപ്പോലെ തന്നെ നിങ്ങളും നശിക്കും.